ഹായ് എല്ലാവർക്കും നമസ്കാരം. വീടെക്കിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇതിപ്പോൾ തേങ്ങ ചിരവണതിനെ പറ്റിയിട്ടാണ് ഈ മെഷീനിൽ ഞാൻ കാട്ടാൻ പോണത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുക. ഇത് വെയിറ്റ് ഇല്ലാത്ത സാധനമാണിത്. ഒരു നമ്മളിപ്പോൾ വലിയ ഫാമിലി പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കുടുംബത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു 10 തേങ്ങ രാവിലേക്ക് ചട്നിക്ക് സാമ്പാറിനൊക്കെ ഞാൻ അരയ്ക്കുന്ന ചിരവണ സമയത്ത് ഇതിൽ ചിരവ. ഇത് വീട്ടിലേക്ക് യൂസ് ചെയ്യാം, കടകളിലേക്കും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിരകണമെന്ന് വെച്ചിട്ട് ഞാൻ കാട്ടിത്തരാം. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. വെച്ച് ചിരവിയിട്ടുണ്ട് പറഞ്ഞാൽ ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ സേഫ്റ്റി ചെയ്യണം എന്നുള്ളത് മാത്രം പറയാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലൗസ് ഒന്നും നമ്മൾ കയ്യിലിട്ടിട്ടുണ്ട് പറഞ്ഞാൽ കുറച്ചൊരു ചെറിയൊരു സേഫ്റ്റി ഉണ്ട്. എന്നിട്ട് കൈ സ്ലിപ്പാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയാലും ഈ ഗ്ലൗസിൽ പെടുന്ന പോലെ ഇതിപ്പോൾ ഞാൻ ചിരവി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതിൽ നമ്മൾ തേങ്ങ ചിരവണത് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഇതിലിപ്പോൾ വന്നിട്ട് ഭയങ്കര സ്പീഡിൽ എത്ര തേങ്ങ വേണമെങ്കിലും ചിരവാം. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള മോട്ടറാണ് ഇതിനുള്ളിലുള്ളത്. ഇപ്പം ഇത് ചിരവണതിന് മുന്നേ ഈ ഗ്ലൗസ് ഒന്ന് കയ്യിലെടുക്കാം. എന്നിട്ട് നമ്മൾ സ്ലിപ്പാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കൈ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാണ്ടിരുന്നാൽ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിടാം. ഇതിപ്പോൾ വന്ന് നമ്മൾ നേരത്തെ ചെറിയ ചെറിയ മെഷീനൊക്കെ കണ്ടിട്ടുണ്ടാവും, പ്ലാസ്റ്റിക്കിലൊക്കെ ഉള്ളത്. അത് വന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായി അമർത്തി കൊടുത്താൽ തന്നെ അതിൽ വരും. അത് അങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഇതിൽ ചില്ലായിട്ടുള്ളത് വരും. ഇതിലിപ്പോൾ ഞാൻ കാട്ടിത്തരാം മെഷീൻ. ഇപ്പം നമ്മൾ ഈ തേങ്ങ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ മേത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്താ അപ്പോൾ ഏത് സ്ലിപ്പും ആകില്ല. മേലെ നോക്കിയിട്ട് ഇങ്ങനെ ചുമട്ടിലേക്കാക്കാതെ ഇങ്ങനെ മേലെ നോക്കിയിട്ട് ആ ഭാഗം തേങ്ങ ഏത് ഭാഗമുള്ളോ അതിനിങ്ങനെ തിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് കൈ എവിടെ സ്ലിപ്പൊന്നും ആവില്ല. ഇരുന്നാലും അതിനൊരു സേഫ്റ്റിക്ക് ആ കയ്യിലൊരു ഗ്ലൗസ് ഒന്നും ഇട്ടിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു അരമൂടി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇതാ ഒരു ചില്ല് ഉടഞ്ഞൊന്നും അതിൽ വീണിട്ടില്ല. ഇത് പോലെ ഇതാ എല്ലാം ഒരേപോലെ. നമ്മൾ ഇനി ഒരു മുടിയും കൂടി എടുക്കാം. ഇത് എത്ര നേരം ഉണ്ടെന്ന് നോക്കിക്കോളേ. ഇതിപ്പോൾ ഞാൻ ചിരവാൻ പോവുകയാണ്. ഇതാ വെക്കുന്നുണ്ട്. ഓർമ്മയോടെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും കൊണ്ടുപോകാണ്ട് ഇങ്ങനെ കമർത്തിയ പോലെ ഇല്ലാണ്ട് ഇങ്ങനെ മേത്തോട്ട് നോക്കിയിട്ട് വെക്കുക. അതേപോലെ ഈ മെഷീൻ വന്നിട്ട് 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുക. ഡൗട്ടൊന്നും ഇല്ല. ഇതിപ്പോൾ തേങ്ങ ചിരവണം തന്നെ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ച് ഈ നമ്പറിലേക്ക് വിളിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ അയച്ചു വിടാം. അഡ്രസ്സും ഇതും ഫോണിൽ അയച്ചു വിട്ടിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വരും. വലിയ ഉള്ളിലിരുന്ന് ഇഞ്ചി വെള്ളങ്കായ എല്ലാ മെഷീനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കാം. വേണമെന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിലും ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചോളാം. എത്ര പൂവ ചോട്ടി കൊണ്ടിരിക്കും നോക്കി. ഇത് ഇനി ചിരട്ടിയേ വരുള്ളൂ. ഇതൊരു ഒരു തേങ്ങൻ്റെ മൂടി 2 അരമൂടി ചിരവിയതാ. എന്താ ഫുള്ളായി തേങ്ങ വന്നപ്പോൾ എത്ര പൂവാന്ന് നോക്കാം. ഇതിലേതും ഒരു ചില്ലും കൂടി പൊടിഞ്ഞു വന്നിട്ടുണ്ടാവില്ല. എല്ലാം തേങ്ങ ചിരവിയതോടെ വന്നിരിക്കുകയാണ്. ഇത് അത്ര ഹെവിയുള്ള മെഷീനാണ്. അതേരം പറയാം, ഇത് വാങ്ങിക്കാം. ഇതിപ്പോൾ നമ്മൾ തേങ്ങ ചിരവി കഴിഞ്ഞ് പറഞ്ഞാൽ ഇതെങ്ങനെ വാഷ് ചെയ്യുന്നത്, എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എങ്ങനെ ഇത് അഴിച്ചെടുക്കണം എന്നുള്ളത് കാട്ടിത്തരാം. ഇപ്പോൾ ഈ മെഷീനെ ഒന്ന് ഇതങ്ങനെ ചരിച്ചെടുത്തിട്ട് ഇതാ ഇതിൽ കാണുന്നില്ല ഒരു ബ്ലാക്ക് കളറിൽ റൗണ്ട്, അതിൽ പിടിച്ചിട്ട് അതേപോലെ ഇതിൽ പിടിച്ചിട്ട് ഇതിനിങ്ങനെ ആപ്പോസിറ്റ് ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ മുള്ള് കയ്യിൽ കുത്താണ്ടിരിക്കാൻ തന്നെ ഇതിടണം നമ്മളെ സേഫ്റ്റിക്ക്. ഇതെടുത്ത് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് അതേപോലെ റിട്ടേൺ അതിലിടാം ചെയ്യാം. വാഷ് ചെയ്ത് പിന്നെ അതിൽ തിരിച്ച് ഇങ്ങനെ റിവേഴ്സിൽ നമ്മൾ എങ്ങനെ അയച്ചാൽ അതിന് ആപ്പോസിറ്റായിട്ട് അപ്പോഴേ അങ്ങോട്ട് നോക്കി ഇപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ച് നല്ല ടൈറ്റ് വെച്ചിട്ട് തിരിച്ച് മെയിൻ ഇത് ചെയ്യുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ആയിക്കോളയും. വയറ് വലിക്കുക. എന്തായിട്ട് നമ്മളിതിന് വാഷ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എടുത്ത് വെക്കാനല്ലേ പോകണം. അത് കാരണം അതിൽ കൊടുത്ത് കണക്ഷനിൽ കൊടുത്ത വയറിനൊന്ന് വലിച്ചെടുത്തിട്ട് ഈ പണികളൊക്കെ ചെയ്താൽ മതി. കണക്ഷനിൽ ഇരിക്കുമ്പോഴേ ഈ പണി ചെയ്യാതെ മറക്കാതെ അത് മാത്രം ഒന്ന് ഓർമ്മിച്ച് ചെയ്യേ. ശരി, ഇപ്പം നമ്മൾ തേങ്ങ ചിരവിയ മെഷീനാണ് ഞാൻ നോക്കിയത്. ഇതിലിപ്പോൾ വലിയ ഡൗട്ടൊന്നും ഇല്ല. സപ്പോസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ച് ചോദിക്കുക. ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് കാൾ ചെയ്തിട്ട് ഓർഡർ ചെയ്ത് അമൗണ്ട് അയച്ചു വിട്ടാൽ ഞങ്ങൾ ഇതുപോലെ മെഷീൻ അയക്കും. ഇതിൽ 1 വർഷത്തെ ഗ്യാരണ്ടി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിറയെ മെഷീനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട എല്ലാവർക്കും നന്ദി പറയാം. അതേപോലെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിൽ വേറെ എന്തുണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാം.